ശരി. ശ്രീ എ റഹീം, ഇവിടെ കുറച്ചാളുകൾ പുരനിറഞ്ഞു നിൽക്കുന്നു. അവരെ എങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിക്കണം, അതിനാരൊക്കെ സമ്മതം പ്രകടിപ്പിക്കും, ആർക്കൊക്കെ വിസമ്മതം, ഇനി സമ്മതം പ്രകടിപ്പിച്ചാൽ തന്നെ അതിൽ അനന്തരാവകാശിയായ ആരെയൊക്കെ വെക്കണം, ഇങ്ങനെയുള്ള ചർച്ചകളാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ നിർണായക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും പ്രസക്തമെങ്കിൽ അതെങ്ങനെയാണ് ഒരു നല്ല ട്രെൻഡ് എന്ന നിലയിൽ വിലയിരുത്താൻ കഴിയുക? മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ശ്രീ ജോസഫ് വാഴക്കൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കൊരു അഭിമാനക്ഷതമായി തോന്നാമെങ്കിലും CPM പ്രധാനമായി തയ്യാറാക്കി മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി പട്ടിക അതൊരു വലിയ തലവേദനയായി ഈ വാർ റൂമിലിരിക്കുന്ന എല്ലാ മുതിർന്ന നേതാക്കളെയും വേട്ടയാടുന്നുണ്ടോ? തീർച്ചയായും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ശ്രീ ജേക്കബ് ജോർജ് ഇവിടെ പറഞ്ഞൊരു വളരെ രസകരമായൊരു കാര്യമുണ്ട്. ഡൽഹി, പുതുപ്പള്ളിയും പിന്നെ തിരുവനന്തപുരവും ഒന്നും വിട്ടുപോകാൻ താല്പര്യമില്ലാത്ത പാവപ്പെട്ട ആ ഉമ്മൻചാണ്ടി എന്ന കോൺഗ്രസിൻ്റെ പരിണിതപ്രജ്ഞനായ നേതാവിനെയാണ് രാഖി രാമാനം ഇവരെല്ലാവരും ചേർന്ന് നാട് കടത്തിയത്. ശ്രീ ജോസഫ് വാഴക്കൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഐ ഗ്രൂപ്പുകാരും എ ഗ്രൂപ്പിലെ കുറേ പേരും ഒക്കെ ചേർന്ന് ഇവിടെ നാട് കടത്തിയത്. അതാണ് കേരള രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സംഭാവന എന്ന് ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതിനെ പൂരിപ്പിച്ച് ഞാൻ ബാക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ശ്രീ വേണു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഇതാ ഈ ഘട്ടത്തിൽ തന്നെ സുനിശ്ചിതമാണ്, അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്ന് ആദ്യഘട്ടം പ്രഖ്യാപിക്കാൻ കഴിയുന്ന വിധമാണ് ഒളിച്ചോട്ടങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഒളിച്ചോട്ടാണ്. ഈ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരിക്കൽ സ്വമേധയാ ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്ത് നിന്ന് സ്വമേധയാ മാറി നിൽക്കുമെന്ന് സ്വപ്നത്തിലെങ്കിലും ആർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയും? അങ്ങനെ ഒരു ചരിത്രം ആർക്കെങ്കിലും ചൂണ്ടിക്കാട്ടിത്തരാൻ കഴിയുമോ? ഞാനിതാ ത്യജിക്കുന്നു എന്ന് പറഞ്ഞ് ത്യജിച്ച ഒരനുഭവം എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ആർക്കും കാണാൻ കഴിയില്ല. ഇതാ പക്ഷേ ത്യജിച്ചിരിക്കുന്നു, ഒളിച്ചോടിയിരിക്കുന്നു. KC വേണുഗോപാൽ ഇവരുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം പറയുന്നത് എന്താ? KC വേണുഗോപാൽ എന്ന ഞാൻ ഒരുപാട് തിരക്കുള്ളത് കൊണ്ട് മാറുകയാണ്. ആരിഫ് വരുന്നത് വരെ അദ്ദേഹത്തിന് തിരക്കിനെ കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നില്ല. അദ്ദേഹം ആലപ്പുഴയിൽ വന്നു, സൈക്കിൾ എടുത്ത് അവിടെയെല്ലാം ചുറ്റിത്തിരിഞ്ഞു, ഞാനിതാ സ്ഥാനാർത്ഥിയാകുന്നു എന്ന വിധം. സാധാരണ അദ്ദേഹം വന്ന് സൈക്കിൾ എടുക്കുന്നത് എല്ലാ തിരഞ്ഞെടുപ്പുമാകുമ്പോഴാണ്, അവിടെ ആലപ്പുഴയിൽ കാണുന്നത് തിരഞ്ഞെടുപ്പാകുമ്പോഴാണ്. ഇപ്പോഴിതാ ആ തിരഞ്ഞെടുപ്പ് കാലം എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പതിവ് നടപ്പ് രീതികളെല്ലാം ചെയ്തിട്ട് ഒളിച്ചോടി. ഞാനിത് പറയുന്നത് അദ്ദേഹം പറഞ്ഞ വാദഗതി എന്താ മനുഷ്യന് മനസ്സിലാക്കണ്ടേ? അദ്ദേഹം പറഞ്ഞു എനിക്ക് വലിയ ജോലി തിരക്കുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തേക്കാൾ വലിയ ജോലി തിരക്കാണല്ലോ ശ്രീ രാഹുൽ ഗാന്ധിക്ക്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടല്ലോ. ഒരു പാർട്ടി തന്നെയാണ് നിശ്ചയിക്കുന്നത്, ഒരു സംശയവും വേണ്ട. ആ പാർട്ടിയിലെ ഓരോരുത്തരും മത്സരിക്കണമോ വേണ്ടയോ എന്നെല്ലാം, അതെല്ലാം ആ പാർട്ടിയുടെ ജനാധിപത്യ അവകാശം തന്നെയാണ്. ഞാൻ ഇവിടെ പറയുന്നത് അതിൻ്റെ അങ്ങനെ ഇവർ മാറി നിൽക്കുന്നത് സ്വയം ത്യജിക്കുന്നതാണ് എന്ന് ദയവേത് പറയരുത്. കണ്ടു നിൽക്കുന്ന വോട്ടർമാരെ ദയവേത് നിങ്ങൾ പരിഹസിക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനാകില്ലെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഒളിച്ചോടിയതാണ്. എല്ലാവരും പോവല്ലേ? കെ സുധാകരൻ എന്തെങ്കിലും ഒരിക്കൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിമുഖത കാണിച്ച് നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ലല്ലോ. അദ്ദേഹം തുടർച്ചയായി മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം ഇതാ ഒളിച്ചോടുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സ്ഥാനാർത്ഥികളുടെ മുമ്പിൽ ദയനീയമായി പരാജയം സംബന്ധിച്ച് ഒളിച്ചോടുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് കാണാൻ കഴിയുന്നത്. ഒന്ന്. മറ്റൊരു കാര്യം, ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും നിർണായകമായൊരു പരീക്ഷണ ഘട്ടത്തിൽ ഈ തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണ ഘട്ടത്തിൽ ഇത്രയും നിർണായകമായ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇതാ കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പി നിൽക്കുകയാണ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിന് സീറ്റ് പ്രതീക്ഷിക്കാനെങ്കിലും കഴിയുന്ന സംസ്ഥാനം കേരളമാണ്. ആന്ധ്രാപ്രദേശിന് അങ്ങനെ അധികം കഴിയില്ല. കർണാടകയിൽ തിരഞ്ഞെടുത്തവരെല്ലാം BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ അവസ്ഥ നിങ്ങൾക്കറിയാം. ഈ കേരളമാണ് ഇവർക്ക് പ്രതീക്ഷയെങ്കിലും വെക്കാൻ കഴിയുന്ന ഒരു സ്ഥലം. ഞാൻ പറയുന്നു, അങ്ങനെ പ്രതീക്ഷയെങ്കിലും വെക്കാൻ കഴിയുന്ന, വീമ്പ് പറയാൻ കഴിയുന്ന കേരളത്തിൽ ഇതാണ് അവസ്ഥ. പിന്നെ ഈ കോൺഗ്രസിൽ എന്ത് പ്രതീക്ഷയാണ് വെക്കേണ്ടത്? അദ്ദേഹം പറയുന്നു അവരുടെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരാൻ പോകുന്നതേ ഉള്ളൂ. ശുദ്ധ കളവ് പറയരുത് ഈ ചർച്ചയിൽ വന്ന്. ഉത്തർപ്രദേശിലേതുൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പുറപ്പെടുവിച്ചല്ലോ. ഇന്ന് ശ്രീ KC വേണുഗോപാൽ മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് പറയുന്നത് ഞങ്ങളെല്ലാവരും വേണ്ടതാണ്. ഇന്ത്യയിൽ ആദ്യമായി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച പാർട്ടി ഞങ്ങളാണ് എന്നാണ് അദ്ദേഹം ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ശ്രീ KC വേണുഗോപാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ ഉത്തർപ്രദേശിലെ ഉൾപ്പെടെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു. ഇവിടെ എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇവിടെ ഇരുട്ടിൽ തപ്പുകയാണ്, ഇവിടെ ചക്രത്തിൽ പോരാട്ടാണ്. ഇവരുടെ കൂട്ടത്തിലുള്ള UDF ഭാഗമാണ് PJ ജോസഫിൻ്റെ KM മാണിയുടെ തർക്കം കോട്ടയത്ത് നടക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും നിർണായകമായൊരു തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ജനങ്ങളോട് പറയാൻ തെല്ലും തയ്യാറാകാതെ BJP-യും അതോടൊപ്പം തന്നെ കോൺഗ്രസും
ഇതാ പരസ്പരം ഇവിടെ ഇരുട്ടിൽ തപ്പി കളിക്കുന്ന ദയനീയമായ കാഴ്ചയ്ക്കാണ് തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ കേരളം സാക്ഷിയാകുന്നത്.